അല്ല 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിന്റെ അടിയിൽ വരുന്ന കമന്റിലേക്ക് വായിച്ചില്ല. എടാ നാണമില്ലടാ നിനക്കൊക്കെ? ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റവന്മാരെ രണ്ടിനും എനിക്ക് അറിയത്തില്ല. അറിയാം എന്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ പറഞ്ഞോണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്യടാ, പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുക. ദേ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീയൊക്കെ ഇനി ഇട്ടോണ്ടിരിക്കടാ, ഞാൻ ഇനി എന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇട്ടോണ്ടിരിക്കും. നീയൊക്കെ നിന്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ കൊണ്ട് നിനക്കൊക്കെ എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ നീയൊക്കെ ഇട്ടോണ്ടി. 3 പേരും കൂടെ കാറിലിരുന്ന് എനിക്കെതിരെ പറയുന്നത്. നീയൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ട ഞാനങ്ങ് നിർത്തുന്നാണോ വിചാരം? നിർത്തത്തില്ലടാ, ഞാൻ നിർത്തത്തില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തു തുടങ്ങി. നീയൊക്കെ ഇല്ലേ, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കൂ. നിന്റെയൊക്കെ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിക്കും. എന്നോടായോണ്ട് നിനക്കൊക്കെ എന്തും പറയാം, മനസ്സിലായോ? പറഞ്ഞോണ്ടിരിക്കടാ, എനിക്ക് ഗല്ലി വല്ലി, മനസ്സിലായോ? സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണുസുധിയുടെ വീഡിയോനേക്കാളും കൂടുതൽ കാണാൻ കഴിയുന്നത് ഒരുപാട് റിയാക്ഷൻ വീഡിയോസുകളാണ്. സത്യം പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരല്ലേ ഇവർക്ക് ഇത്രയും അധികം ഹൈപ്പെല്ലാം നൽകുന്നത്. രേണുസുധി അവരുടെ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഇതെല്ലാം വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഇതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരല്ലേ. നമുക്ക് താല്പര്യമില്ലാത്ത ടോപ്പിക്കുകൾ നമുക്ക് കാണാതിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് സൂചിപ്പിച്ചു പോകാം. അല്ലാതെ ഇത് തന്നെ സ്ഥിരം തൊഴിലാക്കി മാറ്റിയ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരുടെ ടോപ്പിക് കാണണ്ട. അതിനെക്കുറിച്ച് ഒരു വാക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞ് നിങ്ങൾക്ക് പോകാം. പിന്നെയും അവർ ഇടുന്ന ഓരോ വീഡിയോസിന് പിന്നാലെ നടക്കുന്നവരോട് എന്താണ് പറയുക? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ കമന്റായി പറയുക.